ഇപ്പോൾ ഈ ബോട്ടിന്റെ സ്ഥാനം മാറ്റിയിട്ടുണ്ട്. അതായത് നിലവിൽ അവിടെ സ്റ്റാൻഡ് ചെയ്തിരുന്ന, അതായത് അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടിരുന്ന മത്സ്യബന്ധന തൊഴിലാളികളുടെ ഒരു ബോട്ട്, ആ ബോട്ടിന്റെ സ്ഥാനം മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് ഒരുപക്ഷെ ആ ഭാഗത്തേക്കായിരിക്കാം കൂടുതൽ, അതായത് നിലവിൽ പരിശോധിച്ചുകൊണ്ടിരുന്നതിന്റെ മറ്റൊരു ഭാഗത്തേക്കാണ് ഈ ബോട്ട് ഇപ്പോ മാറ്റിയിട്ടിരിക്കുന്നത്. ഇനി അവിടെ നിന്നായിരിക്കും, ആ ഭാഗത്തേക്കായിരിക്കാം ഒരുപക്ഷെ മുങ്ങിയുള്ള പരിശോധന നടക്കുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്, നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ബോട്ട് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോ രേഷ്മ ചോദിച്ച കാര്യം, അതായത് ഈ മാൽപ്പേ ടീം എന്ന് പറയുന്നത്, അതായത് ഉടുപ്പിക്കടുത്തുള്ള ഒരു പ്രദേശമാണ് മാൽപ്പേ എന്ന് പറയുന്നത്. അവിടെ ഒരു മത്സ്യബന്ധന തൊഴിലാളികളാണ്. ഈ തീരദേശ മേഖലയാണത്. അവിടെ കടലിൽ ചെറുപ്പം മുതൽ കടലിൽ ഇറങ്ങി പരിചയമുള്ള, വെള്ളത്തിൽ ഇറങ്ങി പരിചയമുള്ള, കുത്തൊഴുക്കിനെ അതിജീവിച്ച് പരിചയമുള്ള അങ്ങനെ ഒരു സംഘം, അവരാണ് ഈ സന്നദ്ധ സംഘം എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ ഈ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള 8 സംഘം വലിയ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് ഇതിലും വലിയ അടിയൊഴുക്കുകളുള്ള സ്ഥലങ്ങൾ, തടാകങ്ങൾ, കടൽ തുടങ്ങിയ ഭാഗത്തൊക്കെ, പുഴയിലുമൊക്കെ പോയി അകപ്പെട്ടു പോയിട്ടുള്ള ആളുകളെ, നിരവധി ആളുകളെ രക്ഷപ്പെടുത്തിയ ഒരു ചരിത്രമുണ്ട് അവർക്ക്. അതുകൊണ്ടുകൂടിയാണ്. അത് മാത്രമല്ല, അവരുടെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത്, അവർക്ക് പ്രാദേശികമായി കുറെ കൂടി അവർക്ക് ഈ പുഴയെ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രദേശത്തിന്റെ സ്വഭാവം അതൊക്കെ കുറെ കൂടി കൃത്യമായി അറിയാവുന്ന ആളുകളാണ്. അതുകൊണ്ടുകൂടി അവരെ സംബന്ധിച്ച് അവരെ പ്രയോജനപ്പെടുത്തുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് കാർവാർ SP ആണ്. കാർവാർ SP M നാരായണ ഇക്കാര്യത്തില് ഒരു നിർണായകമായ നീക്കം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ മാൽപ്പേ സംഘത്തെ ബന്ധപ്പെടുന്നത്. അതിനുശേഷം അവരോട് ഇവിടേക്ക് എത്താൻ ആവശ്യപ്പെട്ടു. ഇന്ന് രാവിലെ നമ്മൾ അവരിവിടെ എത്തിയ ഉടൻ തന്നെ നമ്മൾ അവരെ കണ്ടിരുന്നു, അവരുമായി സംസാരിച്ചിരുന്നു. അവര് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളോട് പറഞ്ഞത് വലിയ ആത്മവിശ്വാസമാണ്. ഒരു കാരണവശാലും ഏതെങ്കിലും തരത്തിൽ നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് പോകുന്നതെന്നായിരുന്നു അവർ പറഞ്ഞത്. അത് മാത്രമല്ല, അവർക്ക് അടിയൊഴുക്ക് ഒരു പ്രശ്നമല്ല, പുഴയിലെ ഒഴുക്ക് അവരെ സംബന്ധിച്ച് അവരെ ബാധിക്കുന്ന വിഷയമല്ല. അത്തരത്തിൽ അങ്ങനെ ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് അവർ പോകുന്നത്. അവിടെ നിന്നുള്ള നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ സുനിൽ നിൽക്കുന്നത് ഈ അവിടെ നിന്ന് എത്ര മീറ്റർ അകലെയാണ്? ഈ കരയിൽ നിന്ന് ഈ മൺകുനയിലേക്ക് എത്ര ദൂരമുണ്ട് സുനിൽ? കരയിൽ നിന്ന് ഒരു 40 മീറ്റർ എങ്കിലും മാറിയാണ് ഈ മൺകൂന ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ളത്. രൂപപ്പെട്ടതല്ല, നേരത്തെ ആ മലയിടിഞ്ഞു വന്ന മണ്ണാണ്. അത് കരയിൽ നിന്ന് ഒരു 40-45 മീറ്റർ എങ്കിലും മാറിയാണുള്ളത്. അതിൽ 150-160 മീറ്റർ എങ്കിലും മാറിയാണ് ഇത്തരത്തിൽ അവിടെ ഒരു മൺകൂന രൂപപ്പെട്ടിരിക്കുന്നത്. ആ മൺകൂനയ്ക്ക് അടുത്ത് തന്നെയായിട്ട്, അതായത് കൃത്യമായി ലൊക്കേഷൻ നമുക്ക് ലഭിക്കുന്ന അനുസരിച്ചാണെങ്കിൽ 132 മീറ്റർ മാറിയാണ് ഈ ട്രക്ക് ഉള്ളതെന്നാണ് ഡ്രോൺ പരിശോധനയിൽ മനസ്സിലാക്കുന്നത്. ആ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട്, ആ സ്പോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ആ സ്പോട്ട് കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്ത പ്രദേശത്തേക്കാണ് ഈ മുങ്ങൽ വിദഗ്ധരുടെ സംഘം വടം കെട്ടി ഇറക്കി അവിടേക്കാണ് അവർ എത്തുന്നത്. അവിടെയാണ് അവർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സ്പോട്ട് ഐഡന്റിഫൈ ചെയ്തുകൊണ്ടുള്ള അവിടെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതൊരു സംയുക്ത പരിശോധനയാണ്. ഇതിൽ നേവിയുണ്ട്, നേവിയുടെ 16 അംഗ മുങ്ങൽ വിദഗ്ധരുണ്ട്, ഈ മാൽപ്പയിൽ നിന്നെത്തിയ 8 അംഗ സംഘമുണ്ട്, ഒപ്പം കുന്താപുരത്തു നിന്നുള്ള മത്സ്യത്തൊഴിലാളികളും ഈ സംഘത്തിനൊപ്പമുണ്ട്. അങ്ങനെ പ്രാദേശികമായ ആളുകളെയും ഒപ്പം സാങ്കേതിക വിജ്ഞാനമുള്ള ആളുകളെയും ഒന്നിച്ചുപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ ഗംഗാവലി പുഴയിൽ നടക്കുന്നത്. ഇത്രയും ദിവസത്തിനിടയിൽ ഇതാദ്യമായിട്ടാണ്, അതായത് ഈ 12ാമത്തെ ദിവസമാണ് ആദ്യമായി ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മുങ്ങൽ വിദഗ്ധരുടെ സംഘം ഈ പുഴയിലേക്ക് ഇറങ്ങുന്നത് എന്നതാണ് ഈ രക്ഷാദൌത്യത്തിന്റെ ഏറ്റവും നിർണായകമായ കാര്യം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 2 തവണ ഈ ഡൈവിംഗ് നടത്തിയ ആൾ 2 തവണ ഡൈവിംഗ് നടത്തി, 2 തവണയും വിജയകരമായി പുഴയിൽ നിന്ന് മുകളിലേക്ക് കയറിയെത്തി. അതിനുശേഷം ആ മൺതിട്ടയിലുള്ള അവിടുത്തെ നേവിയുടെ ആളുകൾ, ഒപ്പം ഇദ്ദേഹത്തിന്റെ തന്നെ ടീമിലുള്ള അംഗങ്ങൾ, അവരുമൊക്കെയായി ഇപ്പോൾ ആശയവിനിമയം നടത്തുന്നുണ്ട്. സുനിൽ, ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇന്ന് അല്പം മഴ മാറി നിൽക്കുന്നുണ്ട്. അതൊരു അനുകൂല ഘടകമാണ് ഈ ഘട്ടത്തിൽ, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നു. 3ാം തവണയും
ഇദ്ദേഹം പുഴയുടെ ആഴങ്ങളിലേക്ക് ഊളിയിട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2 തവണയും വളരെ വിജയകരമായി അദ്ദേഹം ആ ബോട്ടിൽ നിന്ന് ഡൈവ് ചെയ്ത് ഈ പുഴയുടെ ആഴങ്ങളിലേക്ക് ഡൈവ് ചെയ്തു. അതിനുശേഷം അവിടുത്തെ അന്തരീക്ഷം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു പ്രാഥമികമായ പുഴക്കടിയിലുള്ള പരിശോധന പ്രാഥമികമായി നടത്തിയിട്ടുണ്ട്. ആ പരിശോധനയ്ക്ക് ശേഷം മുകളിൽ കയറി വന്ന് കൂടെയുള്ള സംഘങ്ങളുമായി ചില കാര്യങ്ങൾ എന്തൊക്കെയോ ആശയവിനിമയം നടത്തുന്നുണ്ട്. അതനുസരിച്ച് ബോട്ടിന്റെ ദിശ ഒരല്പം മാറ്റിയിടാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. അതനുസരിച്ച് ബോട്ടിന്റെ ദിശ മാറ്റിയിട്ടു. അതിനുശേഷം വീണ്ടും ഇദ്ദേഹം പുഴയിലേക്ക് മുങ്ങിയിരിക്കുന്നു.